ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്കായിട്ട് ദൈവം അനേക പ്രോമിസസുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം ഇന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വാതിലാകുന്നെന്ന്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഒരു വലിയ പ്രോപ്പർട്ടി, അതിൻ്റെ അകത്ത് നിറച്ചും ഫ്രൂട്ട്സ് മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളെല്ലാം ആ പ്രോപ്പർട്ടിക്കകത്തുണ്ട്. പക്ഷേ അതിൻ്റെ വാതിൽ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. വലിയൊരു താഴും കൊണ്ട് അത് പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് ആ താഴ് നമ്മൾ മാറ്റാനായിട്ട് സാധിക്കത്തുമില്ല. ആ ഗേറ്റ് തുറക്കാനുമായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ ആ വലിയ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ആ വലിയ പ്രോപ്പർട്ടിയിൽ സമൃദ്ധിയായിട്ടുള്ള എല്ലാ പച്ച പുൽപ്പറപ്പും പച്ച ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയാം. പക്ഷെ എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടോ ആർക്കെങ്കിലും എന്ന് ഇല്ല. ആർക്കും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു എന്ന് മാത്രമല്ല, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്തു. എല്ലാ സമയവും തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അകത്ത് കിടക്കുന്നവർക്ക് അവർക്ക് രക്ഷയുണ്ട്. മാത്രമല്ല അവർ പുതിയ മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ളതെല്ലാം ആ യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നമ്മെ നടത്തുന്നു. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം തൻ്റെ നീതിപാതകളിൽ കൂടെ അവൻ നടത്തുന്നു. ഊരിൽ താഴ്വരയിൽ കൂടെ നടക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായാൽ പോലും ആ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ഗേറ്റിൽ കൂടെ അകത്ത് കിടക്കുന്നവരുടെ പ്രത്യേകത എന്നുള്ളത്. പ്രിയ സഹോദരിമാരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോമിസ് അത് എത്ര വലിയതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ നമുക്ക് അവനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.